ഇന്ത്യയുടെ ഭരണഘടന വായിക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ അതിൻ്റെ ആമുഖ ഭാഗത്ത് എഴുതി വെച്ച മനോഹരമായ ചില വാക്കുകൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens എന്ന് വളരെ മനോഹരമായി ഇന്ത്യ എന്താണെന്ന്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ എന്താണെന്ന്, ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന മതേതര സ്വഭാവങ്ങൾ എന്താണെന്ന് വളരെ മനോഹരമായി ഇന്ത്യയുടെ ഭരണഘടനയിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. ഇത്ര മനോഹരമായ ഒരു ദേശത്തിൻ്റെ കഥ പറയാൻ മറ്റൊരാൾക്കും കഴിയില്ല. എല്ലാ ഇസങ്ങളെയും എല്ലാ മതങ്ങളെയും ചേർത്ത് സ്വീകരിച്ച ഒരു മണ്ണിന്റെ കഥയാണ് ഇന്ത്യ പറയുന്നത്. സെന്റ് തോമസ് ക്രൈസ്തവ ദർശനങ്ങളുമായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ദർശനങ്ങൾ പ്രബോധനം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കേരളത്തിന്റെ ഇന്ത്യയുടെ മണ്ണ്, മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇസ്ലാമിക സന്ദേശങ്ങളുമായി കടന്നു വന്നപ്പോൾ ആ ഇസ്ലാമിക സന്ദേശങ്ങൾക്ക് പ്രബോധനം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത മണ്ണ്, തുളസീദാസ് എന്ന് പറയുന്ന ഹിന്ദു ആത്മീയ ആചാര്യന് രാമായണം എഴുതുവാൻ ഒരു മുസ്ലിം മസ്ജിദിന്റെ മുറ്റത്ത് പായ വിരിച്ചു നൽകി സ്നേഹം പങ്കിട്ട ഇന്ത്യയുടെ സ്നേഹത്തിന്റെ മണ്ണ്. പൊന്നാനിയിലെ അലവിയെയും ഗോവിന്ദനെയും നമ്മൾ വായിച്ചിരുന്നു. അലവി വരുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ഗോവിന്ദൻ വരുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന്. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഗോവിന്ദൻ പട്ടിണിയാണ്. ഗോവിന്ദൻ പട്ടിണിയാണെന്നുള്ള വിവരം ആകെ അറിയാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലവിക്കാണ്. അലവി എന്ത് ചെയ്തു എന്നറിയോ? അലവിയുടെ വാപ്പയ്ക്ക് ഒരു കടയുണ്ട്. അലവി വാപ്പയുടെ കടയിൽ നിന്ന് എന്നൊരു പഴം മോഷ്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗോവിന്ദന് കൊടുക്കും. അലവി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പഴം ഭക്ഷിച്ചുകൊണ്ട് ഗോവിന്ദൻ തൻ്റെ പശിയടക്കും, തൻ്റെ വിശപ്പടക്കും. ഇതിങ്ങനെ തുടർന്നപ്പോൾ ഒരു ദിവസം വാപ്പ പിടിച്ചു അലവി ഇങ്ങനെ പഴം മോഷ്ടിക്കുന്നത്. വാപ്പയോട് അലവി പറഞ്ഞില്ല, വാപ്പ ഇത് എനിക്ക് വേണ്ടിയല്ല, ഇതെൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണെന്ന് വാപ്പയോട് അലവി പറഞ്ഞില്ല. തൻ്റെ കൂട്ടുകാരൻ്റെ ദൈന്യത അവിടെ മറച്ചു വെച്ചു. ആ രണ്ടാളുകളും വളർന്നു. അലവി മലപ്പുറത്തു നിന്ന് വളർന്ന് മലപ്പുറത്ത് അറിയപ്പെട്ട ഒരു വലിയ മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ മലപ്പുറത്തു നിന്ന് വളർന്ന് കേരളത്തിന്റെ യശസ് ഉയർത്തിയ ഇടശ്ശേരി ഗോവിന്ദൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ വലിയ കവിയായി മാറി. അദ്ദേഹം പിന്നീട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വന്മല എന്നാണ് അതിന് അദ്ദേഹം പേര് കൊടുത്തത്. അതിൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ എഴുതിയ മനോഹരമായ ചില വാക്കുകളുണ്ട്. 100% ഞാനൊരു ആര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളെ നീ എൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ, കുടുംബ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിള പേരും പെരുമയും വെച്ചു പോറ്റു, നമുക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പമെന്ന് തൻ്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ, കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹമാണ്, ഈ പാരസ്പര്യമാണ്, ഈ പങ്കുവെക്കലാണ് നമ്മുടെ നാട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.